ഗായ്സ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, നമ്മൾ ഫണ്ട് ആൻഡ് നെക്സ്റ്റിൻ്റെ ഒരു ഫ്യൂച്ചേഴ്സ് അക്കൗണ്ട് കാര്യങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളത് ഈ മന്ത് എൻഡിൽ പർച്ചേസ് ചെയ്തേക്കാം എന്നായിരുന്നു പറഞ്ഞു വെച്ചത്. അപ്പോൾ നമ്മൾ എൻഡിന് മുമ്പ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മാസം 16-ാം തീയതി നമ്മൾ ഫണ്ട് ആൻഡ് നെക്സ്റ്റിൻ്റെ അക്കൗണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അക്കൗണ്ട് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ചു തരാം എൻ്റെ വന്നിരിക്കുന്ന അക്കൗണ്ടുകൾ. അപ്പോൾ എനിക്കിവിടെ ഇങ്ങനെ രണ്ടായിട്ടേ കാണിക്കുള്ളൂ. ഒന്ന് ആക്റ്റീവ് അക്കൗണ്ടും ഒന്ന് ഇനാക്റ്റീവ് ആയിട്ടുള്ള അക്കൗണ്ടും. അപ്പം അതായത് അക്കൗണ്ട്സ് നോക്കി കാണാം, ഇവിടെ ലോഡിങ് ആണ് കുറച്ച്. അപ്പോൾ ഇത് സി ഡി എഫിൻ്റെ ആണ്. സി ഡി എഫിൽ എനിക്കൊരു അക്കൗണ്ടും ഇല്ല. ഇവിടെ ഫ്യൂച്ചേഴ്സ് അക്കൗണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം ഫ്യൂച്ചേഴ്സ് അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാം, എനിക്കൊരു ആക്റ്റീവ് അക്കൗണ്ടും ഉണ്ട്, എനിക്കൊരു ഇനാക്റ്റീവ് അക്കൗണ്ടും ഉണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഇവിടെ നമ്മുടെ ആക്റ്റീവ് അക്കൗണ്ട് കാണിക്കും. ലോഡിങ് ആവണേന് ടൈം എടുക്കും, നമുക്ക് ലോഡ് ആവാൻ കേട്ടോ. ഇത് നമ്മുടെ ആക്റ്റീവ് അക്കൗണ്ട്, ഇത് നമ്മുടെ ഇനാക്റ്റീവ് ആയിട്ടുള്ള അക്കൗണ്ടും. അപ്പം ഇതാണ് ഞാൻ ആദ്യം പർച്ചേസ് ചെയ്ത അക്കൗണ്ട്. അതായത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് അവർക്ക് അക്കൗണ്ട് പർച്ചേസ് ചെയ്ത് ഫസ്റ്റ് അക്കൗണ്ടാണ്. ഫസ്റ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ചലഞ്ച് ഫേസ് ആണ്. ലോഡാവുന്നുള്ളൂ. ഡാഷ്ബോർഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ, കാരണം എനിക്ക് ഇതിൻ്റെ അകത്ത് എൻ്റെ ലാപ്പിലെ OBS സ്റ്റുഡിയോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. എന്തെടുത്താലും ഹാങ് ആയിരിക്കും എനിക്ക് കിട്ടണം. ഇത്ര നേരം കിട്ടിയത് പോലത്തെ ഒരു സെറ്റപ്പ് ആയിരിക്കില്ല പിന്നെ എനിക്ക് കിട്ടാൻ പോണത്. അപ്പം അങ്ങനെ കാണിക്കുമ്പോൾ നെറ്റിന് ലാഗ് ആവണ പോലെ കാണിക്കും. അതാണ് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മുടെ ഇവിടെ ഇത് നോക്കിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മുകളിൽ കാണാം പ്രോഫിറ്റ് ടാർഗറ്റ് റീച്ച്ഡ്, ഹോണർലി യുവർ അക്കൗണ്ട് ഹാസ് ബിൻ പൗസ്ഡ്. സോ ഇതിൻ്റെ അകത്ത് നോക്കി എൻ്റെ പേരുണ്ട്. കറൻ്റ്ലി യു ഹാവ് എ ചലഞ്ച് അക്കൗണ്ട് എന്നാണ് ഇത് കൊടുത്തത്. ഇൻറ്റേർണൽ ബാലൻസ് 25K ആയിരുന്നു. അപ്പോൾ പ്ലാൻ ടൈപ്പ് നോക്കാം, ഫ്യൂച്ചർ റാപ്പിഡ് ചലഞ്ച് 25K എന്നായിരുന്നു കിടന്നു വെച്ചത്. അപ്പോൾ നമ്മളിവിടെ വന്നിയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും, നമുക്ക് ഈ 25,000 എന്നുള്ളിടത്ത് നമ്മൾ 26,541.96 പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ 1,541.96 നമ്മൾ ബുക്ക് ചെയ്തു. അതിൽ മാക്സിമം ലോസ് ലിമിറ്റ് പെർമിറ്റ് ചെയ്ത് 1,541 ആയിരുന്നു. നമ്മൾ അടിപൊളിയായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ടാർഗറ്റ് നോക്കി 1,040.96 നമ്മൾ ബുക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ 1,500 എന്നുള്ള പ്രോഫിറ്റ് ടാർഗറ്റ് നമ്മൾ റീച്ച് ചെയ്തു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ട്രേഡിംഗ് ഓവർവ്യൂ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിത് എത്ര ദിവസങ്ങളിൽ നമ്മൾ ട്രേഡ് എടുത്തു എന്ന് കാണാൻ പറ്റും. ഇപ്പം നമുക്കിവിടെ നോക്കിയാൽ കാണാം അല്ലേ, നമ്മൾ 3 ദിവസമാണ് ട്രേഡ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ അക്കൗണ്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള 3 ദിവസമാണ് നമ്മൾ ട്രേഡ് എടുത്തിരിക്കുന്നത്. സെപ്റ്റംബർ 16-ാം തീയതി അക്കൗണ്ട് എടുത്തു, സെപ്റ്റംബർ 17, 18 എടുത്തു. അതിൽ നമുക്ക് ചെറിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 17-ാം തീയതി ഒരു 1,493 എടുത്തു. അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് $118 ലോസ് വന്നു. എന്ന് വെച്ചാൽ എനിക്ക് ടാർഗറ്റ് സ്ഥലം സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനപ്പോൾ അങ്ങനെ എക്സിറ്റ് ചെയ്തു അവിടെ നിന്ന്. അതിനുശേഷം പിന്നെ നമുക്ക് രണ്ടാമത് വന്നതിന് ട്രേഡ് എടുത്തു, 176.82 ബുക്ക് ചെയ്തു. അപ്പം അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ അക്കൗണ്ട് എനിക്ക് പാസ്സായി. അതിനുശേഷം നമുക്ക് അക്കൗണ്ട് ഓവർവ്യൂവിലേക്ക് അല്ലെങ്കിൽ അക്കൗണ്ട്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഇനി കാണാൻ പോണ എൻ്റെ ലൈവ് അക്കൗണ്ട് ആയിരിക്കും. അതായത് ഇതിൻ്റെ ഫ്യൂച്ചേഴ്സിൻ്റെ ലൈവ് അക്കൗണ്ട് സെക്ഷൻ അല്ല, മറ്റേ CDF ആണ്. നേരെ ഫ്യൂച്ചേഴ്സിലേക്ക് സ്വിച്ച് ചെയ്യണം. നമ്മളെപ്പോഴും തിരിച്ച് വരുമ്പോൾ ഫ്യൂച്ചേഴ്സിലേക്ക് സ്വിച്ച് ചെയ്യണം. അപ്പോൾ ഇതെൻ്റെ നോക്കിയാൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ റാപ്പിഡ് ഫണ്ടഡ് നെക്സ്റ്റ് അക്കൗണ്ട് 25K അക്കൗണ്ട്. ഇതിൽ നമ്മൾ ഡാഷ്ബോർഡിലേക്ക് വരിക. ഡാഷ്ബോർഡ് ഒന്ന് ലോഗിൻ ആവണവരെന്ന് ഹോൾഡ് ചെയ്യണേ. ഓക്കെ, അപ്പം നമ്മളങ്ങനെ ഡാഷ്ബോർഡ് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം എൻ്റെ പേരുണ്ട്. കറൻറ്റ്ലി യു ഹാവ് എ ഫണ്ടഡ് നെക്സ്റ്റ് അക്കൗണ്ട്, ഇൻറ്റേർണൽ ബാലൻസ് 25,000, ടൈപ്പ് പ്ലാൻ ഫ്യൂച്ചർ റാപ്പിഡ് ഫണ്ട് നെക്സ്റ്റ് അക്കൗണ്ട്, എൻ്റെ ലൈവ് അക്കൗണ്ട്. ഇതിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. $26,554.68, $1,554.68 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ. നമുക്കിവിടെ മിനിമം ലോസ് ഇത് കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ കറണ്ട് സൈക്കിളിൽ പ്രോഫിറ്റ് വിഡ്രോവൽ എനിക്ക് ചെയ്യാനുള്ള കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ. പക്ഷേ
എൻ്റെ കൺസിസ്റ്റൻസി റൂൾ ഞാൻ മീറ്റ് ആക്കിയിട്ടില്ല. കാരണം ഞാൻ ഒരു ദിവസം 1250 ടോട്ടൽ ടാർഗറ്റ് ഫസ്റ്റ് വന്നു വെച്ചാൽ അതിന് കൂടുതൽ ബുക്ക് ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ 3548 എത്തിക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് ട്രേഡ് കാര്യങ്ങൾ ചെയ്യണ്ട, അത് നോക്കിയാൽ നമുക്ക് കാണാം. എൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് 1548. ഞാനിവിടെ ഇത് ചെയ്തു. അപ്പോൾ എൻ്റെ കൺസിസ്റ്റൻസി റൂൾ എനിക്ക് മീറ്റ് ആയിട്ടില്ല. അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എനിക്കൊരു 3 ദിവസം 4 ദിവസം കൂടിയൊക്കെ ഒന്ന് ട്രേഡ് എടുക്കണം. അപ്പോൾ മീറ്റ് ആവും. അപ്പോൾ എനിക്കിവിടെ വിഡ്രോവൽ വന്നാൽ വിഡ്രോവൽ കൊടുക്കും. പിന്നെ ഇവരുടെ വിഡ്രോവൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേ ഔട്ട്സിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പേ ഔട്ട് മെത്തേഡ് ഇവിടെ ആകെ ഉള്ളത് റൈസും USDTയും USDCയുമാണ്. അപ്പോൾ ഇതിൽ അക്കൗണ്ട് എടുക്കുന്നവർ മാക്സിമം റൈസിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. അത് റൈസോ അല്ലെങ്കിൽ USDT വഴിയിട്ട് നിങ്ങൾ പേ ഔട്ട് എടുക്കുക. അപ്പോൾ അവർ ഇതിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ദ ടോട്ടൽ 24 hour പേ ഓഫ് ഗ്യാരണ്ടി അവർ നമുക്ക് നൽകുന്നുണ്ട്. അത് നമ്മൾ റാപ്പിഡ് ചലഞ്ചിന് പേ ഔട്ട് ഗ്യാരണ്ടി നൽകുന്നുണ്ട്. പക്ഷേ 50% പ്രോഫിറ്റ് ഷെയർ അവർ നമുക്ക് തരൂല അതിൽ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്യൂച്ചർ റാപ്പിഡിൽ അക്സെപ്റ്റബിൾ അല്ല, ലെഗസിയിൽ അക്സെപ്റ്റബിൾ ആണ്. അപ്പം ഇതൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ കാണിച്ചു തന്നത് നിങ്ങൾക്ക് ഇന്ന്. അതായത് നമ്മളൊരു ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു എൻ്റെ അക്കൗണ്ട് ഞാൻ വാങ്ങുന്നുണ്ട്, അതിൽ ഞാൻ ഇന്നതുപോലെ ചെയ്യുന്നുണ്ട്, ട്രേഡ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഫ്യൂച്ചേഴ്സിൻ്റെ കേസിൽ നമ്മളങ്ങനെ നോക്കി നമ്മുടെ ഫ്യൂച്ചേഴ്സ് ആക്റ്റീവായിട്ടുള്ള നമ്മുടെ ഫ്യൂച്ചർ അക്കൗണ്ടിലേക്ക് വന്നു. നമ്മുടെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ലോഗിൻ ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പം നമുക്കിവിടെ ഇന്നിപ്പോൾ എനിക്കൊരു $600 ഒരു $109 ജസ്റ്റ് വെറുതെ ഞാൻ ബുക്ക് ചെയ്തിട്ട് $150 ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ $150 കൂടി ഇവിടെ ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ 13 മണിക്കൂർ 52 മിനിറ്റും കഴിയുമ്പോൾ എനിക്കത് റിഫ്ലക്റ്റ് ആവുള്ളൂ. എല്ലാ ദിവസവും ഇപ്പോൾ 5 മണിയാകുമ്പോൾ നിങ്ങൾ റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ഫ്യൂച്ചർ അക്കൗണ്ട് എടുക്കുന്ന നമ്മുടെ അസിസ്റ്റ് വേണം. അതല്ല ഫ്യൂച്ചർ അക്കൗണ്ടിനെ കുറിച്ചിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരാം നമ്മളെങ്ങനെയാണെന്ന്. നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്ത് തരാം, കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മൾ ഫ്യൂച്ചർ അക്കൗണ്ടുകൾക്ക് വേണ്ടിയിട്ടൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വാട്സപ്പിൽ തന്നെ. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിലേക്കും ജോയിൻ ചെയ്യണമെന്നുള്ളവർക്ക് നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് ആ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആവണമെങ്കിൽ ജോയിൻ ആവാം. മെമ്പർഷിപ്പ് ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നോർമൽ നമ്മുടെ മറ്റേ അക്കൗണ്ട് പാസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിലും മെമ്പർഷിപ്പ് കാര്യങ്ങൾ നമ്മൾ എടുപ്പിക്കുന്നുണ്ട് ആൾക്കാരെ കൊണ്ട്. അപ്പോൾ മെമ്പർഷിപ്പ് വേണമെന്നുള്ളവർക്ക് മാത്രം മെമ്പർഷിപ്പ് എടുത്താൽ മതി. അല്ലാത്തവർക്ക് ജസ്റ്റ് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ആ ഡൗട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വന്ന ഡൗട്ട്സ് എന്താണോ അത് ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിവേ താങ്ക് യു.